എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുളിശ്ശേരിയാണ്. പുളിശ്ശേരി പലതരത്തിലുള്ളതുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഏത്തക്ക പുളിശ്ശേരിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് എടുക്കുന്നത് ഏത്തക്കയാണ്. ഇത് ചെറുതായിട്ട് പഴുത്തതാണ്, അതുപോലെ കുറച്ച് പുളിയുണ്ട്. അതുപോലെ നമ്മളിത് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കടുക് 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1 ഞുള്ള് എടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 2 ഞുള്ള് നമ്മളിവിടെ എടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 3-4 പച്ചമുളക്, ഇത് ആവശ്യത്തിന് നമുക്ക് ചേർക്കാവുന്നതാണ്, 3-4 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ തേങ്ങ, അതുപോലെ കരിവേപ്പില, 1 കപ്പ് തൈര്, അതുപോലെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും നമ്മൾ എടുക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ഏത്തക്ക ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചട്ടിയിലാണ് ഇവിടെ ചെയ്യുന്നത്. ചട്ടിയിൽ വെള്ളവും ഏത്തക്കായും ആഡ് ചെയ്യുക, പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക, 2-3 മിനിറ്റ്. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് ഇത് അടച്ചു വെക്കുക. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ തേങ്ങയും ജീരകവും കൂടെ ആഡ് ചെയ്ത് മിക്സിക്കകത്തൊന്നിട്ട് അടിച്ച് ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേസ്റ്റ് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്ടി തുറന്ന് കുറച്ച് ഉപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ആഡ് ചെയ്യുക, ഒന്ന് ഇളക്കിയെടുക്കുക പെട്ടെന്ന്. ഇനി നമുക്ക് റെഡിയാക്കി എടുത്ത പേസ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയും ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാവുന്നതാണ്. ഈ റെസിപ്പി ഏകദേശം ഇവിടെ റെഡിയായി. ഇനി ഒരു ഫൈനൽ സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഈ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ എണ്ണയൊഴിച്ച് കടുകൊന്ന് പൊട്ടിച്ച് വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് അത് നമുക്ക് നേരെ ഈ ചട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഏത്തക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ പെട്ടെന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് അടിക്കുക.